ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ കൃഷാസ് വ്ലോഗ്സ്. സോ ഇന്നത്തെ വീഡിയോ ഞാൻ വിചാരിച്ചു എൻ്റെ പപ്പിനെ പറ്റിയിട്ട് പപ്പിൻ്റെ ഫീഡിങ് ഗൈഡ് എടുക്കാമെന്ന്, ഷിറ്റ്സു ഫീഡിങ് ഗൈഡ്. സോ അതെനിക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നു. ഷിറ്റ്സു പപ്പ് ഉള്ളവർക്ക് എല്ലാവർക്കും, അല്ലെങ്കിൽ ഷിറ്റ്സു പപ്പിനെ വാങ്ങിക്കാൻ പ്ലാൻ ഉള്ളവർക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നു. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. സോ ഫസ്റ്റ് ഞാൻ എൻ്റെ പപ്പീനെ ഞാൻ പപ്പെന്നാണ് വിളിക്കാറ്. ഞാൻ എൻ്റെ പപ്പീനെ വാങ്ങിച്ചത് വന്നിട്ട് മെയ്യിലാണ്. മെയ് മുതൽ ഞാൻ അതിനെ, ഇപ്പം 3 months ആവാറായി എൻ്റെ പപ്പീനെ. മെയ് മുതൽ ഞാൻ അതിനെ 4 times ഫീഡ് ചെയ്യാറുണ്ട്. ഞാനിപ്പം 3 months ആയിട്ടും ആ 4 times ഫീഡിങ് നിർത്തിയിട്ടില്ല. പെർ ഡേ ഞാൻ 4 times ഫീഡ് ചെയ്യാറുണ്ട്. ആ 4 times ഫീഡ് ചെയ്യുന്നതും രണ്ട് ഫുഡ് വീതമാണ്. അതായത് 2 നേരം ഒരു ഫുഡ്, 2 നേരം മറ്റൊരു ഫുഡ് വീതം. അതായത് ഞാനിപ്പോൾ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ&ഡിയും ഒരു പപ്പി സെർലാക്കും ആണ്. ദാറ്റ് ആക്ട്സ് എ ബിഗ് റോൾ. അത് എൻ&ഡി ആണ് നമ്മുടെ ബെറ്റർ ഫുഡ് എന്നാണെങ്കിൽ പറയാം. നമ്മൾ എൻ&ഡി, റോയൽ കെനൈൻ, എനിക്ക് യൂസ് ചെയ്തിട്ടുള്ള ഒരു പരിചയം വെച്ചിട്ട് എൻ&ഡിയും റോയൽ കെനൈൻ ഒക്കെയാണ് കുറച്ചുകൂടെ ബെറ്റർ. എൻ&ഡി പോലെ തന്നെ സെയിം ലൈക്ക് ദാറ്റ് റോയൽ കെനൈൻ വർക്ക് ചെയ്യുള്ളൂ. അപ്പം വിച്ച് ഫുഡ് ഇസ് ബെറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ&ഡി റോയൽ കെനൈൻ മാത്രമേ പറയുള്ളൂ. എനിക്ക് മറ്റൊന്ന് യൂസ് ചെയ്ത് എക്സ്പീരിയൻസ് ഇല്ല. സെക്കൻഡ് വന്നിട്ട് ഞാൻ 2 നേരം എൻ&ഡിയും 2 നേരം പപ്പി സെർലാക്കും, അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെയാണ് ഞാൻ കൊടുത്തോണ്ടിരിക്കുന്നത്. നമ്മൾ സെയിം ഫുഡ് തന്നെ 4 നേരം, ഒരു ദിവസം 4 നേരം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പപ്പി പിന്നെ അത് ആ ഫീഡ് എടുക്കാണ്ടാവും, ആ ഫുഡ് എടുക്കാണ്ടാവും. കാരണം അതിന് സെയിം ഫ്ലേവറുള്ള സെയിം ഫുഡ് തന്നെ 4 നേരം അല്ലെങ്കിൽ എപ്പോഴും കഴിച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ അതിന് ആ ഒരു ഫ്ലേവർ പിന്നെ ഇഷ്ടപ്പെടുന്നില്ല. ഒരു മടുപ്പ് തോന്നിയതിനു ശേഷം നമ്മുടെ പപ്പി ഫുഡ് എടുക്കാണ്ടാവും. എന്റെ പപ്പി അങ്ങനെ ഇതുവരെ ഒന്നും കാണിച്ചിട്ടില്ല. കാരണം ഞാൻ 2 നേരം 2 ഫുഡ്, 4 നേരം 2 ഫുഡ് വെച്ചാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഇതുവരെ എന്റെ പപ്പി അങ്ങനത്തെ സ്വഭാവം ഒന്നും കാണിച്ചിട്ടില്ല. പിന്നെന്താ, പിന്നെ ഞാനൊരു 2 months ഒക്കെ ആയപ്പോൾ തന്നെ വീട്ടിലെ ഫുഡ് ഒരു നേരം ആക്കാൻ തുടങ്ങി. ലൈക്ക് കേർഡ് റൈസ് ഞാൻ കൊടുക്കരുതെന്നാണ് കേട്ടിട്ടുള്ളത്. എന്നാലും യൂട്യൂബിലൊക്കെ കേട്ട ഒരു പരിചയം വെച്ചിട്ട് ഞാൻ കേർഡ് റൈസ് കൊടുക്കാറുണ്ട്. നേരിട്ട് ഞാൻ കേർഡ് റൈസ് കൊടുക്കരുതെന്നാണ് കേട്ടിട്ടുള്ളത്. എന്നാലും കേർഡ് റൈസ് കൊടുത്തിട്ട് എന്റെ പപ്പിന് അത്ര പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ എന്താ, നമ്മൾ പംകിൻസ് ബോയിൽഡ് പംകിൻസും ബോയിൽഡ് ക്യാരറ്റ്സും പപ്പിന്റെ ഹെൽത്തിന് ഭയങ്കര ബെറ്റർ ആണ്. അതുകൊണ്ട് ഞാൻ ഡെയിലി അല്ല, ഞാനൊരു 2 week അല്ലെങ്കിൽ ഒരു 3 week ഞാൻ പപ്പിക്ക് ബോയിൽഡ് പംകിനോ ബോയിൽഡ് ക്യാരറ്റോ രണ്ടെണ്ണം ഒന്ന് ഒരുമിച്ചിട്ട് ഇങ്ങനെ ബോയിൽ ചെയ്തിട്ട് ഒരു 6 to 7 ക്യൂബ് പീസസ് ആക്കി അരിഞ്ഞിട്ട് 6 to 7 പീസസ് കൊടുക്കാറുണ്ട്. അത് കഴിക്കാറുണ്ട്. അതവർക്ക് ച്യൂ ചെയ്ത് കഴിക്കാൻ പറ്റിയ രീതിയിൽ നല്ല സോഫ്റ്റ് ആയിട്ട് വേണം നമ്മൾ ബോയിൽ ചെയ്യാനായിട്ട്. എങ്കിൽ മാത്രമേ അത് എടുക്കുള്ളൂ. ആൻഡ് ഒരു 2 months കഴിയുമ്പോൾ, ഒരു 2.5 മാസം കഴിയുമ്പോൾ തന്നെ, 2.5 months കഴിയുമ്പോൾ തന്നെ നമ്മൾ ഈ പപ്പിക്ക് നമ്മൾ ഏത് ഫുഡാണ് കൊടുക്കുന്നത്, എൻ&ഡി ആണെങ്കിലോ റോയൽ കെനൈൻ ആണെങ്കിലോ പൊടിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ബേബി ആയിരിക്കുന്ന സമയത്ത്, അതായത് ഭയങ്കര കുഞ്ഞതായിരിക്കുന്ന സമയത്ത് നമ്മൾ പപ്പി ഫുഡ് പൊടിച്ചിട്ട് കൊടുക്കണം. കാരണം അതിനുള്ള ടീത്ത് ഒന്നും വന്നിട്ടുണ്ടല്ലോ, ടീത്ത് ഗ്രോത്ത് ഒന്നും അത്രയ്ക്ക് ആയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ ആ സമയത്ത് നമ്മൾ എല്ലാം പൊടിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 2.5 months ഒക്കെ ആകുമ്പോഴത്തേക്കിനും നമ്മൾ ഫുഡ് നേരിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. ഡ്രൈ ഫുഡ് നമുക്ക് നേരിട്ട് തന്നെ പൊടിക്കാൻ ഇട്ട് കൊടുക്കാം. എങ്കിൽ മാത്രമേ അതിന് ച്യൂ ചെയ്ത് അതിന്റെ ബ്രെയിനിനും ഉള്ള എഫക്ട്സ് ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മളിങ്ങനെ വെറുതെ പൊടിച്ചതാണ് കഴിക്കുന്നുണ്ടെങ്കിൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിനെ പിന്നെ വിശക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുതലാവില്ല. പിന്നെ വിശക്കാൻ തുടങ്ങും. നമുക്ക് കൂടുതലായിട്ട് കൊടുക്കേണ്ടി വരും. കൂടുതലായിട്ട് ഓവർ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പപ്പ് നല്ലതായിട്ട് തടി വെക്കും. ഇങ്ങനത്തെ ടൈപ്സ് ഓഫ് ബ്രീഡ്, നമ്മുടെ ഷിറ്റ്സു ടൈപ്പ് ഓഫ് ബ്രീഡ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് തടി വെക്കുന്ന ടൈപ്പ് ഓഫ് ബ്രീഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ കൂടുതലും ഓവർ ഫീഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഞാനിപ്പം 4 times ഞാനിപ്പോൾ ഒരു 3 times ആക്കി പതുക്കെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മളൊരു പുതിയ ഫുഡ് നമ്മുടെ പപ്പിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് ഇട്ട് കൊടുക്കാൻ പാടില്ല. കുറച്ചായിട്ട് നമ്മൾ സാധാരണ കൊടുക്കുന്ന ഫുഡിന്റെ കൂട്ടത്തിൽ ഇൻക്ലൂഡ് ചെയ്ത് അങ്ങനെ കുറച്ചായിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. വേഗം നമ്മൾ അതിന്റെ ഫുഡ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന് സ്റ്റൊമക് അപ്സെറ്റും അബ്ഡോമിനൽ അപ്സെറ്റ് ഒക്കെ വരാൻ വളരെ ചാൻസ് കൂടുതലാണ്. കാരണം നമ്മുടെ പപ്പിയുടെ ലാർജ് ഇൻറ്റസ്റ്റൈനും സ്മോൾ ഇൻറ്റസ്റ്റൈനും നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് ഒക്കെ ഭയങ്കര കുഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അതിന് നമ്മൾ വേഗം ഫുഡ് മാറ്റി കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ചിലപ്പോൾ ലൂസ് മോഷനും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ അതിന്റെ കോട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ബ്ലൂബെറീസ് ഫീഡ് ചെയ്യുന്ന വളരെ നല്ലതായിരിക്കും. അതിന്റെ ആ ഒരു ഹെയർ കോട്ടും ഹെയർ ഗ്രോത്തും ആ ഒരു ഷൈനിങ് ഒക്കെ കിട്ടാനായിട്ട് നമ്മൾ ബ്ലൂബെറീസ് ഫീഡ് ചെയ്യണം. ഇവിടെ അങ്ങനെ ബ്ലൂബെറീസ് ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇതുവരെ ബ്ലൂബെറീസ് അങ്ങനെ ഫീഡ് ചെയ്തിട്ടില്ല. ഡ്രൈ ബ്ലൂബെറീസ് ഞാൻ ഫീഡ് ചെയ്യാറുണ്ട്. അങ്ങനെ ലൈക്ക് ഫ്രഷ് ആയിട്ടുള്ള ബ്ലൂബെറീസ് ഞാൻ ഇതുവരെ ഫീഡ് ചെയ്തിട്ടില്ല. ആൻഡ് പിന്നെ ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ തിങ് ഇസ് ഡു നോട്ട് ഫീഡ് ചോക്ലേറ്റ്, ബേക്കറി ഐറ്റംസ്, ഷുഗറി തിങ്സ്, ഓണിയൻ, ടൊമാറ്റോ, ലെമൺ. ഇത്രയും സാധനങ്ങൾ പപ്പിയെ അടുപ്പിക്കാണ്ടിരിക്കുന്നതാണ് നല്ല ഇത്. അടുപ്പിക്കാനേ പാടില്ല. ദാറ്റ്സ് മോർ ബെറ്റർ. കാരണം ഈ ടൊമാറ്റോയിലും ലെമണിലൊക്കെ ആസിഡ് അടങ്ങിയിരിക്കുന്ന കാരണം അത് പാടില്ല. ആൻഡ് നമ്മൾ കേട്ടിട്ടും ഉണ്ടാവും ലെമൺ ഒന്നും ലൈക്ക് ഡോഗ്സിന് നല്ലതല്ല. അതേപോലെ തന്നെയാണ് ടൊമാറ്റോയും. അതുപോലെ തന്നെ ചോക്ലേറ്റ്സ്, ഷുഗറി ഫുഡ്സ്, ഓണിയൻ, പിന്നെന്താ ബേക്കറി ഐറ്റംസ്, ഫ്രൈഡ് ഐറ്റംസ്, അതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. മനുഷ്യർ അതൊക്കെ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പോലെ തന്നെ, അതായത് ബേക്കറി ഐറ്റംസും ഷുഗർ ഐറ്റംസും ഒക്കെ മനുഷ്യൻ കഴിക്കുന്ന പോലെ തന്നെ 2 ഇരട്ടി പപ്പീസിൽ അത് എഫക്ട് ചെയ്യും. അതുകൊണ്ട് അത് നമ്മുടെ ഡോഗിന്റെ ലൈഫ് സ്പാൻ നമുക്ക് കൂട്ടണം എന്നുണ്ടെങ്കിൽ, അതായത് ഡോഗിന്റെ ലൈഫ് സ്പാൻ നമ്മുടെ ഈ ഷിറ്റ്സു പപ്പിയുടെ ലൈഫ് സ്പാൻ വന്നിട്ട് 16 years ആണ്. സോ
സോ അത്രയും കാലം ഇത് ജീവിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴേ കെയർ ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനെ നമുക്ക് അത്രയും നാളിത് ജീവിച്ചിരിക്കുള്ളൂ. ആൻഡ് ദാറ്റ്സ് ഓൾ. പിന്നെന്താ, നമ്മൾ എവറി ഡേ വൺസ് നമ്മുടെ പപ്പിക്ക് വീട്ടിലെ ഫുഡ് കൊടുത്ത് നമുക്ക് അതിനെ പരിചയിപ്പിക്കണം. ഇപ്പൊ പപ്പിയാണ് നമ്മൾ ഒരു നേരം കൊടുത്താൽ മതി. വലുതാകുമ്പോൾ നമുക്ക് 2 നേരം ആക്കാം. പിന്നെ ഞാൻ 3 നേരത്തേക്ക് കൊണ്ടുപോകുന്നില്ല. ഞാൻ 2 നേരം പപ്പി ഫുഡും അതായത് ഡോഗ് ഫുഡും 2 നേരം ഹോംലി മീൽസും ആണ് കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നത്. ആൻഡ് വലുതാകുമ്പോൾ നമുക്ക് പപ്പി സെർലാക്ക് ഫീഡ് ചെയ്യുന്നവരുണ്ട്. എന്നാലും ഞാൻ ഫീഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം പപ്പിക്കൊള്ളാണല്ലോ പപ്പി സെർലാക്ക് എന്ന് പറഞ്ഞാൽ ബേബീസിനുള്ളതാണ്. സോ അതുകൊണ്ട് ഞാൻ എന്റെ പപ്പീനെ കുറച്ചുകൂടി ഒരു 6 to 7 months ആകുമ്പോൾ പപ്പി സെർലാക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് എന്നാണ്ടി 1 year വരെ കണ്ടിന്യൂ ചെയ്തിട്ട് അതിനുശേഷം റോയൽ കനീനിലോട്ട് സ്വിച്ച് ആവാമെന്ന് വിചാരിച്ചു. അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. എന്നാണ്ടി ആണ് കുറച്ചുകൂടെ ഡോഗിന്റെ അതായത് പപ്പീസിന്റെ ഗ്രോത്ത്, അതിന് നല്ല ഫാറ്റും നല്ല കാണാൻ ഒരു ചുറുചുറുക്കൊക്കെ വരുത്തുന്ന ഒരു ഫുഡ് എന്നാണ്ടിയാണ്. അല്ലെങ്കിൽ ഒരുമാതിരി ശോഷിച്ച ടൈപ്പ് ആയിപ്പോവും, ശോഷിച്ച രീതിയിലായിപ്പോവും നമ്മുടെ പപ്പി. അതുകൊണ്ട് എന്നാണ്ടി ഫീഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കുറച്ചുകൂടെ വലുതായിട്ട് റോയൽ കനീൻ ഫീഡ് ചെയ്യാം. റോയൽ കനീന്റെ മിനി ഫുഡ് ഉണ്ട്, മിനി സ്റ്റാർട്ടർ ഉണ്ട്, പപ്പി ഫുഡ് ഉണ്ട്, അങ്ങനെ കുറെ ടൈപ്സ് ഓഫ് വെറൈറ്റീസ് ഉണ്ട്. എന്നാലും റോയൽ കനീന്റെ ഒരു വേറൊരു സംഗതിയാണെന്ന് വേണമെങ്കിൽ പറയാം എന്നാണ്ടി. അതും ഞാനിപ്പം എന്നാണ്ടിയാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. ദാറ്റ്സ് വെരി ഗുഡ്. ആൻഡ് എന്നാണ്ടിന്റെ പലതരം വെറൈറ്റീസ് ഉണ്ട്. എന്നാണ്ടി ഓഷ്യൻ ഉണ്ട്, പിന്നെന്താ എന്നാണ്ടിയുടെ ബീറ്റും ചിക്കനും അടങ്ങിയിട്ടുള്ളതുണ്ട്. പിന്നെ എന്നാണ്ടിയുടെ പംകിൻ പോമിഗ്രാനേറ്റ് ചിക്കൻ അതിന്റെ ഉണ്ട്. അങ്ങനെ കുറെ എക്സ്ട്രീം വെറൈറ്റീസ് ഓഫ് ഫുഡ് ഉണ്ട്. നമുക്ക് എന്ത് ഫീഡ് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നോ അത് നമുക്ക് കൊടുക്കാം. ഞാനങ്ങനെ ഒറ്റയടിക്ക് ഫുഡ് അങ്ങനെ മാറ്റിയിട്ടൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് അതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഒരു പ്രാവശ്യം കണ്ട് അതിന് ലൂസ് മോഷൻ പോലെ വന്നിട്ടുണ്ട്, ഒറ്റ പ്രാവശ്യം മാത്രം. അത് ഞാൻ അന്ന് നല്ലതായിട്ട് ഓവർ ഫീഡ് ചെയ്തായിരുന്നു ആ ദിവസം. അതുകൊണ്ട് ഞാനങ്ങനെ എന്നാണ്ടി നമ്മൾ വാങ്ങിച്ച ദിവസം നല്ലതായിട്ട് ഫീഡ് ചെയ്തായിരുന്നു. എനിക്ക് അന്ന് അറിയത്തില്ലായിരുന്നു എത്ര എമൗണ്ട് കൊടുക്കണം എന്നൊക്കെ. അപ്പൊ അങ്ങനെ ചെറുതായിട്ടൊന്ന് ലൂസ് മോഷൻ ഒരു സ്റ്റൊമക് അപ്സെറ്റ് ഒക്കെ കാണിച്ചായിരുന്നു. ഇപ്പം എനിക്കെല്ലാം പരിചയമായി. ഇപ്പൊ നമ്മൾ എന്നാണ്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൈ വേണ്ട, ഇതിന്റെ പകുതി നമ്മളിങ്ങനെ എടുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇത്രയും ഇട്ട് കൊടുത്താൽ മതി. കാരണം നമ്മൾ ഒരു ദിവസം 2 നേരം ഫീഡ് ചെയ്യണമല്ലോ. എന്നാണ്ടി 2 നേരം ഫീഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്നാണ്ടി കുറച്ച് മതി. പിന്നെ പപ്പി സെർലാക്ക് വാങ്ങിയപ്പോൾ തന്നെ നമുക്ക് സ്കൂപ്പർ കിട്ടാറുണ്ട്. ആ സ്കൂപ്പറിൽ ഒരു സ്കൂപ്പ് അളന്ന് ഇട്ട് വാം വാട്ടർ ആയിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഞാൻ അങ്ങനെയാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. സോ പപ്പിക്ക് ഇതുവരെ ഒരു കുഴപ്പമില്ല. ഇനി അങ്ങനെ ഉണ്ടാവില്ല എന്നാണ് വിശ്വാസം. ഞാൻ എന്റെ കൊടുക്കുന്ന രീതി ശരിയാണെന്ന് തോന്നുന്നു. ശരിയാണെന്ന് തോന്നുന്നതല്ല, ഞാനിതൊക്കെ കുറെ റിസർച്ച് ചെയ്തിട്ടൊക്കെയാണ് പപ്പിക്ക് ഫുഡ് കൊടുക്കുന്നതായാലും എന്തെങ്കിലും വാങ്ങിക്കുന്നതായാലും. എന്തായാലും ഞാൻ പപ്പിക്ക് അതൊരു ജീവനുള്ള സാധനം ആയതുകൊണ്ട് ഞാൻ ഭയങ്കര റിസർച്ച് ചെയ്തിട്ടൊക്കെയാണ് ചെയ്യുന്നത്. So that's all. This is the end part of the video. And if you like the video, please like, share and subscribe. Subscribe me with bell button. Please click that too. And bye bye. Love you all.